നമസ്കാരം. ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് അതിസാധ്യമാകുന്നിടം വരെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. പഠനം പൂർത്തിയാക്കി ഡോക്ടറായി ഇറങ്ങുന്നത് വരെയുള്ള യാത്ര എന്നത് വളരെ കഠിനവും ത്യാഗങ്ങൾ നിറഞ്ഞതുമാണ്. വെറും ഒരു പഠനം മാത്രമല്ല, ശാരീരികവും മാനസികമായ ഒരു പോരാട്ടം കൂടിയാണത്. എൻട്രൻസ് പ്രവേശന പരീക്ഷയാണ് അതിൻ്റെ ആദ്യ ചുവട്. +1, +2 കാലഘട്ടത്തിൽ മറ്റ് സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ദിവസവും മണിക്കൂറുകളോളം അതിനായി പഠിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുക. ദിവസവും 10 മുതൽ 14 മണിക്കൂർ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളും നമുക്ക് ചുറ്റുമുണ്ട്. അത് കഴിഞ്ഞ് ലക്ഷക്കണക്കിന് കുട്ടികളുമായി മത്സരിച്ച് വേണം നീറ്റിൽ അവർക്ക് യോഗ്യത നേടാൻ. 1-2 വർഷം ഇതിനായി മാത്രം മാറ്റിവെച്ച് പഠിക്കുന്നവരും നിരവധിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ കണ്ണീർ വീഴ്ത്തിയ സംഭവമായിരുന്നു ഈ വർഷത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. കർശന പരിശോധനയുടെ നടത്തുന്ന ഒരു പരീക്ഷയിലാണ് വലിയ വീഴ്ച സംഭവിച്ചത്. പിന്നീട് നടന്ന അന്വേഷണത്തിലും കണ്ടെത്തിയ വിവരങ്ങൾ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. അന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ രൂപമാറി ഡൽഹിയിൽ ആളിക്കത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലോ മാർച്ചാണ് പ്രതിഷേധത്തിന് വഴിമാറിയത്. സംഘർഷം പടർന്നതോടെ പോലീസ് പലതവണയാണ് അന്ന് കണ്ണീർവാതകം പ്രയോഗിച്ചത്. പോലീസ് അമിതബലം പ്രയോഗിച്ചതായി ആരോപണമുയരുകയും പ്രതിഷേധക്കാർ അക്രമം നടത്തിയതായി പോലീസ് പ്രത്യാരോപണം ഉന്നയിക്കുകയും ചെയ്തു. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര സർക്കാർ അതിനെ അവഗണിച്ച് കളയുക എന്ന നയമാണ് സ്വീകരിച്ചത്. സമരം വ്യാപകമായപ്പോഴും സോനം വാങ്ചുകും മറ്റ് നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും കേന്ദ്രം ഇതേ നിലപാട് തുടർന്നു. ഇങ്ങനെ അവഗണിച്ച് വിട്ടപ്പോൾ സമരം തണുത്തു തുടങ്ങിയെന്ന പ്രതീതി വന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സമരക്കാർ കളം കൈയടക്കി. അപ്പോഴേക്കും സർക്കാരിനെയും BJPയും സംബന്ധിച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഡൽഹി നിർണായകമായ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കർഷക പ്രക്ഷോഭം, നിർഭയ പ്രക്ഷോഭം തുടങ്ങി പല പ്രക്ഷോഭങ്ങൾക്കും രാജ്യതലസ്ഥാനം വേദിയായി. അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉൾപ്പെടുന്നത്. സാധാരണ വാർത്താ സമ്മേളനങ്ങളെയും പോസ്റ്റുകളെയും ആശ്രയിക്കുന്നതിന് പകരം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് CJPയുടെ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ, യുവജനങ്ങളുടെ ഭാവി തുടങ്ങിയവയിലെ അനിശ്ചിതത്വമാണ് സമരം ഉയർത്തിക്കാട്ടുന്നത്. വലിയ വേദികളും നീണ്ട പ്രസംഗങ്ങളും ഒഴിവാക്കി ലളിതമായ സന്ദേശങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളുമാണ് CJPയുടെ സമരരീതി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചാണ് 10,000 ഒഴുകിയെത്തിയത്. 7,000 മുതൽ 8,000 വരെ ആളുകൾ എത്തിയേക്കാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യുവാക്കളും അടക്കം 1,00,000-ഓളം പേരാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ തടിച്ചുകൂടിയത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാട്സ്ആപ്പ് കൂട്ടായ്മകൾ വഴി ഏകോപിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തിയത്. മാർച്ചിൽ പങ്കെടുത്തവരിലേറെയും 12-നും 17-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായിരുന്നുവെന്നതും ഡൽഹിയെ ഞെട്ടിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഹ്വാനം ഏറ്റെടുത്ത ആയിരങ്ങൾ ജന്തർ മന്ദിറിലേക്കും പാർലമെന്റിലേക്കും ഇരച്ചെത്തിയപ്പോൾ പോലീസും സുരക്ഷാ സേനകളും ആദ്യം പകച്ചു. എന്തെങ്കിലും കടുത്ത നടപടിയെടുത്ത് പിരിച്ചുവിടാവുന്നതിലും അപ്പുറമായിരുന്നു ആ യുവജന രോഷം. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറിയ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും കടുത്ത ലാത്തിചാർജും പ്രയോഗിച്ചു. പിന്നാലെ ഇന്നലെ നടന്ന പ്രതിഷേധവും അതിന്റെ ബാക്കിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ നീക്കം രാജ്യതലസ്ഥാനത്ത് സൃഷ്ടിച്ചത് അഭൂതപൂർവമായ രാഷ്ട്രീയ നാടകീയത കൂടിയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേരള മുഖ്യമന്ത്രി VD സതീശനും ഉൾപ്പെടെയുള്ളവർ സമരസ്ഥലത്തെത്തിയത് പോരാട്ടത്തിന് പുതിയൊരു രാഷ്ട്രീയ മാനം നൽകി. 2 സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വത്തിലുള്ളവർ കൂടി ഡൽഹിയിലെത്തി സമരത്തിൽ പങ്കാളികളായത് കേന്ദ്ര സർക്കാരിനെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ നീറ്റ് ക്രമക്കേടിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി. എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താൻ സന്നദ്ധമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. പാർലമെന്റിനകത്തും പുറത്തും ശക്തമാകുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേന്ദ്രം ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും നിലപാട് ഘടിപ്പിച്ചു. മന്ത്രിസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. 2026 മെയ് 3-നാണ് നീറ്റ് പരീക്ഷ നടന്നത്. എന്നാൽ പരീക്ഷ നടക്കുന്നതിന് മുൻപേ തന്നെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെന്നാണ് ആരോപണം. ഏകദേശം 410 ചോദ്യങ്ങളടങ്ങിയ ഒരു ഗസ്റ്റ് പേപ്പർ പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപ് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു. ഇതിലെ 120 കെമിസ്ട്രി ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയിൽ അതേപടി വന്നതാണ്. രാജസ്ഥാനിലെ സിക്കറിലെ ഒരു കോച്ചിംഗ് സെന്റർ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. പരീക്ഷ നടത്തിപ്പിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയോഗിച്ച സബ്ജക്ട് എക്സ്പേർട്ടുകൾ തന്നെയാണ് ക്രമക്കേടിന് പിന്നിലെ പ്രധാന പ്രതികൾ. പൂനെയിലെ ബയോളജി ലെക്ചറർ മനീഷ ഗുരുനാഥ് മൻഹാരെ, കെമിസ്ട്രി പ്രൊഫസർ PV കുൽക്കർണി എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് CBI അറസ്റ്റ് ചെയ്തിരുന്നു. NDA വിദഗ്ധർ എന്ന നിലയിൽ ചോദ്യപേപ്പറുകളിലേക്ക് പൂർണ്ണമായ പ്രവേശനമുണ്ടായിരുന്ന ഇവർ പരീക്ഷയ്ക്ക് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പൂനെയിലെ തങ്ങളുടെ വീടുകളിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ നടത്തി. യഥാർത്ഥ ചോദ്യപേപ്പറിലെ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി ചോദ്യങ്ങൾ അതേപടി ഇവർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ബുക്കുകളിൽ എഴുതിക്കുകയും ചെയ്തതായും CBI കണ്ടെത്തി.
പരീക്ഷയ്ക്ക് മുൻപ് വിപണിയിൽ ഇറങ്ങിയ ഒരു പ്രത്യേക ഗസ്റ്റ് പേപ്പറാണ് ഇത്തവണ അന്വേഷണത്തിന് വഴിത്തിരിവായത്. 410 ചോദ്യങ്ങളടങ്ങിയ ഈ ഗസ്റ്റ് പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ യഥാർത്ഥ നീറ്റ് പരീക്ഷയിലെ ബയോളജിയിലെ 90 ചോദ്യങ്ങൾ, കെമിസ്ട്രിയിലെ 45 ചോദ്യങ്ങൾ എന്നീ സെക്ഷനുകളിലെ ചോദ്യങ്ങളുമായി 100% ഒത്തുപോയതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ ചോദ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പരീക്ഷയുടെ സുതാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ 2026 നീറ്റ് UG പരീക്ഷ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി റദ്ദാക്കാൻ നിർബന്ധിതരായി. തുടർന്ന് ജൂൺ 21 വീണ്ടും പുനഃപരീക്ഷ നടത്തുകയായിരുന്നു. എന്നാൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം തീരെ കുറഞ്ഞു. ആദ്യ പരീക്ഷയിൽ 22.05 ലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതിയതെങ്കിൽ പുനഃപരീക്ഷയ്ക്ക് എത്തിയത് 19.99 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. പരീക്ഷയ്ക്കായി 22.79 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കണക്ക് പ്രകാരം 2.79 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയില്ല. ആദ്യ പരീക്ഷയിൽ 96.72% ഹാജർ രേഖപ്പെടുത്തിയ സ്ഥാനത്ത് പുനഃപരീക്ഷയിൽ 87.72% അത് കുറഞ്ഞു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനെത്തിയവരിൽ പോലീസുകാരല്ലാത്തവരും ഉണ്ടെന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം. BJPക്കാർ സമരത്തെ അട്ടിമറിക്കാൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെന്നും ആരോപണം ഉയരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ നിരവധി വീഡിയോകളിൽ സാധാരണ വേഷത്തിലുള്ള ചിലർ പോലീസ് ലാത്തികളുമായി പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിനെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഡൽഹി പോലീസിനെതിരെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. സാധാരണ വേഷത്തിൽ ലാത്തികളുമായി നിൽക്കുന്ന ഈ ഗുണ്ടകൾ ആരാണ്? ഞങ്ങളെ തല്ലാനായി നിങ്ങൾ ആരെയാണ് നിയമിച്ചത് എന്നായിരുന്നു ചോദ്യം. പ്രതിഷേധക്കാർ ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾക്ക് ഡൽഹി പോലീസ് മറുപടി നൽകുന്നുണ്ടെങ്കിലും സാധാരണ വേഷത്തിലുള്ളവർ പോലീസ് ലാത്തികൾ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മാത്രം പോലീസ് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം വിമർശനം ശക്തമായ സാഹചര്യത്തിൽ ജന്തർ മന്ദറിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്ന എല്ലാ പോലീസുകാരും ഇനി യൂണിഫോമിൽ തന്നെ ഹാജരാകണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ വേഷത്തിൽ ഡ്യൂട്ടിക്ക് എത്തരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാത്രി വൈകി ഡൽഹി പോലീസ് ആസ്ഥാനത്ത് നിന്ന് എല്ലാ യൂണിറ്റുകൾക്കും ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. മെയ് 12 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതിനും ജൂൺ 21 പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടും 14 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നോക്കിയാൽ 93 കുട്ടികളാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. 2025 ഇത്തരം മരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നീറ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളിൽ പ്രതിവർഷം ക്രമാനുഗതമായ വർധനവാണ് കാണിക്കുന്നത്. 2021 കുറഞ്ഞത് 4 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 2022 9, 2023 14, 2024 19, 2025 32 എന്നിങ്ങനെയാണ് കേസുകൾ ഉയർന്നത്. 2026 മെയ് 12 പരീക്ഷ റദ്ദാക്കിയതുമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള 5 കേസുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 14 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യാ കേസുകളിൽ കൂടുതലും ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡൽഹിയിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് BJP ആരോപിക്കുന്നത്. JNU പാർലമെന്റ് ചലോ കോർഡിനേഷൻ, പാർലമെന്റ് ചലോ ജൂലൈ 20 എന്നീ പേരുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചാറ്റുകൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യം ആരോപിക്കുന്നത്. സന്ദേശങ്ങളിൽ ഒന്നിൽ പറയുന്നത് ആരെങ്കിലും മരിച്ചാൽ അത് സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്നായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവൻ നൽകാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ ദയ വരും തലമുറകളിലെങ്കിലും ഓർമ്മിക്കപ്പെടും. ആ പ്രതിഷേധത്തിൽ എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു, നിങ്ങളെയും ഓർക്കും. ഇത്രയുമധികം ആളുകൾ ജീവൻ നൽകാൻ തയ്യാറാണെന്ന് അറിയുന്നത് സന്തോഷകരമാണ് എന്നാണ് മറ്റൊരു സന്ദേശം. റെഡ് സല്യൂട്ട്, നാളെ മോദി സർക്കാരിൻ്റെ അവസാന ദിവസമായിരിക്കുമെന്നാണ് മറ്റൊരു ചാറ്റ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും പോലീസുകാർക്ക് പരിക്കേറ്റതും വാഹനങ്ങൾ നശിപ്പിച്ചതും ഉൾപ്പെടെയുള്ള സംഭവം ചൂണ്ടിക്കാട്ടിയാണ് BJP സമരക്കാർക്കെതിരെ രംഗത്ത് വരുന്നത്. കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിലും രാജ്യവ്യാപകമായി BJP പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സമരം അട്ടിമറിക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രതിഷേധിക്കുന്നവർ രാജ്യദ്രോഹികളാണെന്ന BJPയുടെ വാദം ബലപ്പെടുത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന് പ്രക്ഷോഭക്കാർ കല്ലെറിഞ്ഞുവെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഇത് BJP ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ വസ്തുത മറ്റൊന്നാണ്. ബീഹാറിലെ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം. സംസ്ഥാന പോലീസിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി നടത്തിയ പരീക്ഷയ്ക്ക് പോകാൻ കാത്തുനിന്ന ഉദ്യോഗാർത്ഥികൾ ട്രെയിൻ വൈകിയതിൽ പ്രകോപിതരായി കല്ലെറിയുകയായിരുന്നു. കഴിഞ്ഞ മാസം 14 ഈ സംഭവം. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിട്ടില്ലെന്നും സർവീസ് മുടങ്ങിയിട്ടില്ലെന്നും നോർത്തേൺ റെയിൽവേ വ്യക്തമാക്കി. ഇതാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി പ്രചരിപ്പിക്കുന്നത്. തകർത്ത പോലീസ് വാഹനങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടും സമാനമായ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പോലീസിന് വലിയ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന വീഡിയോകളാണ് വിദ്യാർത്ഥികൾ പോസ്റ്റ് ചെയ്യുന്നത്. ലാത്തി കൊണ്ട് കാറിന്റെ ചില്ല് തകർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലെറിയുന്ന പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും വീഡിയോകൾ പോസ്റ്റ് ചെയ്താണ് CJP ഇതിനെ പ്രതിരോധിക്കുന്നത്.
തിങ്കളാഴ്ച ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് പരിക്കേറ്റ 150ഓളം പ്രതിഷേധക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പ്രതിഷേധക്കാർ വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ 118 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസും ആരോപിക്കുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ ഇന്ന് ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചത്. രാജീവ് ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മണ്ഡി ഹൗസ്, ITO, ഖാൻ മാർക്കറ്റ് എന്നിവയുൾപ്പെടെ 16 ഡൽഹി മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ രാജീവ് ചൗക്ക്, മണ്ഡി ഹൗസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ലൈനുകൾ മാറി യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ നിരവധി മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. പ്രതിഷേധം ഇത്രയും ശക്തമാകുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്നാൽ അത്തരം ഒരു കാര്യം വിദൂര സാധ്യത മാത്രമാണെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ നേട്ടത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ ഉപയോഗിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തെ അവഗണിക്കുന്ന പ്രധാനം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നു എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. ABVPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 1997 ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ സംസ്ഥാനതല ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പരീക്ഷാ ക്രമക്കേട് അഴിമതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം ഒഡീഷയിലെ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഭുവനേശ്വറിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഏകദേശം 1500ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന റാലിക്കും അന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അന്ന് പ്രധാന ശക്തമായ പോലീസ് നടപടി നേരിടേണ്ടി വരികയും ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിമർശനങ്ങളോട് അപൂർവമായി മാത്രം പ്രതികരിക്കാറുള്ള മോദി പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളോട് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് വ്യക്തമാക്കിയത്. എന്തായാലും പ്രക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിക്കുമോ അതോ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.